മക്കളെ, ഇന്ന് നമുക്ക് സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ ആൻസർ കീ നോക്കാം. ഒന്നാമത്തെ ചോദ്യം ബാബ और ബാബ की छड़ी കവിതയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സാത്ത് സാത്ത് ചലത്തെ ഹേ ദോനോ ബാബ और ബാബ की छड़ी. पहले वो कहता है चल चल बाहर चलते हैं और उड़ा लेता है छड़ी को बिस्तर पर जो लेटी हुई थी. फिर वो उसका हाथ पकड़ के बाहर लाती है. साथ साथ चलते हैं दोनों बाबा और बाबा की छड़ी. ബിസ്തർ പർ കോൻ ലേട്ടി ഹുയി എന്നാണ് ചോദ്യം. കിടക്കയിൽ കിടന്നിരുന്നത് ആരായിരുന്നു? ചടി, വടിയാണ് അതിൻ്റെ ഉത്തരം. രണ്ടാമത്തത് സമാൻ ആശയ വാലി പങ്ക്തിയാം കവിതാംശ സേ ചുൻകർ ലിഖിം. സമാന ആശയം വരുന്ന വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി എഴുതുക. ചടി ബാബ കാ ഹാത്ത് പക്കഡ്കർ ഉസ്കോ ബാഹർ ലേ ജാനെ കി മദദ് കർത്തി ഹെ. വടി ബാബയുടെ കൈ പിടിച്ച് അതിനെ പുറത്തേക്ക് കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്നർത്ഥം വരുന്ന വരി. ഫിർ വോ ഉസ്കാ ഹാത്ത് പക്കഡ്കെ ബാഹർ ലാത്തി ഹെ. പിന്നീട് അത് അതിൻ്റെ ആശയം വരുന്ന വരിയാണിത്. ഫിർ വോ ഉസ്കാ ഹാത്ത് പക്കഡ്കെ ബാഹർ ലാത്തി ഹെ. അടുത്തത് കവി और കവിത का പരിചയ देते हुए കവിതാംശ का ആശയ ലിഖിം എന്നാണ്. കവിതയുടെ ആശയം നമ്മൾ ആ കവിതയിൽ പഠിച്ചതാണ്. നമുക്ക് നോക്കാം. ഹിന്ദി के प्रसिद्ध कवि गुलजार की കവിത ഹെ ബാബ और ബാബ की छड़ी. ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായിട്ടുള്ള ഗുൽസാറിന്റെ കവിതയാണ് ബാബ और ബാബ की छड़ी. ബുജുർഗോं से नेक വ്യവഹാർ करने की ശിക്ഷ मिलती है. ഇതിലൂടെ വൃദ്ധന്മാരോടുള്ള നല്ല പെരുമാറ്റത്തിന്റെ അറിവാണ് ലഭിക്കുന്നത്. ബാബ और ബാബ की छड़ी हमेशा साथ साथ चलते हैं. ബാബയും ബാബയുടെ വടിയും എപ്പോഴും ഒന്നിച്ച് നടക്കുന്നു. दोनों का रिश्ता भी पक्का है. രണ്ടുപേർക്കും ഇടയിലുള്ള ബന്ധം വളരെ ദൃഢമായതാണ്. യഹാം ഏക് ജവാൻ ഹെ ഏക് ബൂട്ടാ ഹെ. ഇവിടെ ഒരാൾ യുവാവും ഒരാൾ വൃദ്ധനുമാണ്. യഹാം ബാബ और ബാബ की छड़ी के माध्यम से हमें अपने बूटों के साथ नेक व्यवहार करने, उनकी लाठी बनने और आपसी रिश्तों में समर्पण भावना रखने की शिक्षा मिलती है. ബാബയും ബാബയുടെ വടിയും എന്ന കവിതയിലൂടെ മുതിർന്നവരോട് ദയയോടെ പെരുമാറാനും അവരുടെ ആശ്രയമായിരിക്കാനും ബന്ധങ്ങളിൽ സമർപ്പണ മനോഭാവം നിലനിർത്താനുമുള്ള അറിവ് നൽകുന്നു. യഹ് ഏക് അച്ചി കവിത ഹെ. ഇതൊരു നല്ല കവിതയാണ്. സരൾ ഭാഷ കാ പ്രയോഗിയ ഹെ. അതായത് ലളിതമായ ഭാഷ പ്രയോഗിച്ചിരിക്കുന്ന നല്ല ഒരു കവിതയാണ് ഇത്. അടുത്ത ചോദ്യം നോക്കാം. ബൈസിക്കിൾ തീസിൽ നിന്നാണ് അടുത്ത ചോദ്യം വന്നിരിക്കുന്നത്. 4 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങൾക്കാണ് അതിൽ നിന്ന് ഉത്തരം എഴുതേണ്ടത്. दूसरे विश्व युद्ध के बाद का इटली है. गरीबी और उदासी धूप की तरह पूरे देश में छाई हुई है. रोम में रहने वाले अंतोनियो को नौकरी चाहिए, लेकिन नौकरी ऐसी मिली है जिसके लिए साइकिल होना जरूरी है. उसकी पत्नी मारिया बड़ी मुश्किलों से घर का सामान बेचकर साइकिल के पैसे जुटाती है. काम के पहले ही दिन अंतोनियो की साइकिल चोरी हो जाती है. ഒന്നാമത്തെ ചോദ്യം നോക്കാം. സഹി പ്രസ്താവ് പഹ്ചാനെ സഹി വികൽപ്പ് ചുൻകർ ലിഖിം എന്നാണ് ചോദ്യം. ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്നും താഴെ തന്നിരിക്കുന്ന വികൽപ്പിൽ ഏതാണ് ശരി അതാണ് നമ്മൾ എഴുതേണ്ടത്. അന്തോണിയോക്കോ നൗക്കരിക്കിലെ സൈക്കിൾ കി സരുരത്ത് ദി. അന്തോണിയോക്ക് ജോലിക്ക് സൈക്കിൾ ആവശ്യമായിരുന്നു അല്ലേ. അന്തോണിയോക്ക പരിവാർ ധനീത. അത് ശരിയാണോ? അല്ല, അന്തോണിയോയുടെ കുടുംബം ധനിക കുടുംബമായിരുന്നു എന്നാണ് പറഞ്ഞത്. അന്തോണിയോ ഗരീബി ആർ ഭൂക്സെ പീഡിതത. അന്തോണിയോ ദാരിദ്ര്യവും അതുപോലെ തന്നെ വിശപ്പും കൊണ്ട് ദുഃഖിതനായിരുന്നു. അന്തോണിയോ കെലിയെ ബായിനെ സൈക്കിൾ ഗരീദ് ലി. അന്തോണിയോയ്ക്ക് വേണ്ടിയിട്ട് സഹോദരൻ സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തെറ്റാണ്. ഏതാണ് ശരിയായിട്ട് വരുന്നത്? 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഏതാണ്? 1, 3 സഹി. ഇതാണ് ശരി. 1, 3 ഏതാണ്? 1ഉം 3ഉമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്ത നോക്കാം. गरीबी और उदासी की तुलना
കിസ്സേ കീ ഗയി ഹെ ക്യോ. ദാരിദ്ര്യത്തിന്റെയും ദുഃഖത്തിന്റെയും താരതമ്യം ചെയ്തിരിക്കുന്നത് എന്തിനോടാണ്, എന്തുകൊണ്ട്. ധൂപ് സേ കീ ഗയി ഹെ, അതിനെ പ്രകാശത്തിനോട് അല്ലെങ്കിൽ വെയിലിനോടാണ് അതിനെ താരതമ്യം ചെയ്തിരിക്കുന്നത്. ക്യോംകി ഗരീബി और ഉദാസി ധൂപ് की तरह पूरे देश में छाई हुई थी. എന്തുകൊണ്ടെന്നാൽ ദാരിദ്ര്യവും ദുഃഖവും സൂര്യപ്രകാശം പോലെ രാജ്യമെങ്ങും പടരുന്നതിനാലാണ് അതിനെ സൂര്യപ്രകാശത്തിനോട് താരതമ്യം ചെയ്തിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. अंतोनियो की साइकिल चोरी हो जाती है. इस अनुभव पर अंतोनियो की डायरी लिखे. അന്തോണിയോയുടെ സൈക്കിള് മോഷണം പോകുന്നു. ആ അനുഭവത്തിനെ കുറിച്ചിട്ട് അന്തോണിയോ എഴുതിയ ഡയറിയാണ് ഇനി നമുക്ക് തയ്യാറാക്കാനുള്ളത്. ഡയറി അന്തോണിയോയുടെ ഡയറിയാണ്. ആജ് കാ ദിൻ മേ കൈസേ ഭൂലു, ഇവിടെ ബാ എന്നാണ് കേട്ടോ. ആജ് കാ ദിൻ മേ കൈസേ ഭൂലു, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. കൈസേ ബോലോ, അങ്ങനത്തെ ബായാണ് കേട്ടോ. ആജ് കാ ദിൻ മേ കൈസേ ബോലോ മേരി സൈക്കിൾ ചോരി ചലിഗി, എൻ്റെ സൈക്കിൾ മോഷണം പോയി. നൗക്കരി കെ ലിയെ സൈക്കിൾ ഹോനാ സരൂരി താ, ജോലിക്ക് സൈക്കിൾ അത്യാവശ്യമായിരുന്നു. ഇസ്ലിയെ പത്നിനെ സാമാൻ ബേച്ച്കർ സൈക്കിൾ സൈക്കിൾ കെ പൈസ ജുടാത്തി ഹെ. അതുകൊണ്ട് തന്നെ ഭാര്യ സാധനങ്ങളെല്ലാം വിറ്റിട്ട് പൈസ അതിന് വേണ്ടിയിട്ട് സ്വരൂപിക്കുന്നു, സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പൈസ സ്വരൂപിക്കുന്നു. കാം കെ പഹലെ ഹി ദിൻ മേരി സൈക്കിൾ ചോരി ഹോ ജാത്തി ഹെ, ജോലിയുടെ ആദ്യ ദിനത്തിൽ തന്നെ എൻ്റെ സൈക്കിൾ മോഷണം പോകുന്നു. ബ്രൂണോ കെ സാത്ത് കൈ ഷഹർ മേ ഗോജ ലേക്കിൻ നഹീ മില, ബ്രൂണോയോടൊപ്പം പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. സടക്ക് കെ കിനാരെ സെ സൈക്കിൾ ചുരാനെ കോ കോശിഷ് കി, റോട്ടരികിലുള്ള ഒരു സൈക്കിൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. മേ പക്കടാ ഗയ, ഞാൻ പിടിക്കപ്പെട്ടു. മേരാ ഹാലത്ത് സമജ്കർ മാലിക്കിനെ മുജെ ചോട, എൻ്റെ അവസ്ഥ മനസ്സിലാക്കിയ ആ മാലിക്, ആ യജമാനൻ എന്നെ വിട്ടയച്ചു. അപ്പോൾ മേ ക്യാ കരും മുജെ പതാ നഹി, ഇനി ഞാൻ എന്തു ചെയ്യും എനിക്ക് അറിയുകയില്ല. അതാണ് അന്നത്തെ ഡയറിയായിട്ട് എഴുതിയത്. ഇനി അടുത്ത നോക്കാം. അന്തോണിയോ की साइकिल चोरी हो जाती है इसका जिक्र करते हुए मित्र के नाम അന്തോണിയോ का പത്രാണ് അടുത്തത്. ആ അനുഭവം വെച്ചുകൊണ്ട് തന്നെ അന്തോണിയോ മിത്രത്തിന് കത്തെഴുതുന്നതാണ്. കത്തിന്റെ ഫോർമാറ്റ് ആദ്യം എഴുതുക, സ്ഥാൻ താരിഖ്, പിന്നെ പ്രിയ മിത്ര, തും കൈസേ ഹോ ടീക്ക് ഹേന, കുച്ച് ദിൻ സേ ഏക് പത്ര ലിഖന ചാഹ അബ് സമയ് മില, കുറച്ച് ദിവസമായി ഞാൻ നിനക്കൊരു കത്തെഴുതണമെന്ന് വിചാരിക്കുന്നു, ഇപ്പോഴാണ് സമയം കിട്ടിയത്. മേരാ സൈക്കിൾ ചോരി ഹോ ഗയി, എൻ്റെ സൈക്കിൾ മോഷണം പോയി. മേ ബ്രൂണോ കെ സാത്ത് കൈ ഷഹർ മേ ഗോജ, ഞാൻ ബ്രൂണോയോടൊപ്പം പല സ്ഥലങ്ങളിലും അന്വേഷിച്ചു. ലേക്കിൻ നഹി മില, പക്ഷേ ലഭിച്ചില്ല. മേരി പത്നിനെ സാമാൻ ബേച്ച്കർ സൈക്കിൾ കെ ലിയെ പൈസ കമാത്തി ദി, സൈക്കിൾ വാങ്ങാനുള്ള പൈസ എൻ്റെ ഭാര്യ സാധനങ്ങളെല്ലാം വിറ്റിട്ട് ഒരു കൂട്ടിയതായിരുന്നു, സ്വരൂപിച്ച പൈസയായിരുന്നു. നൗക്കരി കെ ലിയെ സൈക്കിൾ ഹോനാ സെരൂരി ദി, ജോലിക്ക് സൈക്കിൾ അത്യാവശ്യമായിരുന്നു. മുജെ പതാ നഹി അബ് മേ ക്യാ കരും, എനിക്ക് അറിയുകയില്ല ഇനി ഞാൻ എന്തു ചെയ്യുമെന്ന്. ക്യാ തും ബി മേരാ മദദ് കരോഗെ, എന്താ നിനക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ. എക് നയാ സൈക്കിൾ ഖരീദിനെ കീഴിൽ, ഒരു പുതിയ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി, അതായത് ഒരു പുതിയ സൈക്കിൾ വാങ്ങിക്കാൻ വേണ്ടി നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ. ജവാബ് കി പ്രതീക്ഷാമേ, ജവാബ് കി പ്രതീക്ഷ എന്നാണ് കേട്ടോ. ജവാബ് കി പ്രതീക്ഷ. जवाब की प्रतीक्षा में, सेवा में नाम पदा आपका मित्र हस्ताक्षर नाम, सेवा में नाम पदा आपका मित्र हस्ताक्षर, പിന്നെ ഇവിടെ നാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അടുത്ത ചോദ്യം നോക്കാം. വിശേഷൺ ശബ്ദ ചുൻകർ ലിഖിയം എന്നാണ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് വിശേഷൺ ശബ്ദം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഖൂബ്സൂരത്താണ് ഇതിലെ വിശേഷൺ ശബ്ദമായിട്ട് വരുന്നത്. ഖൂബ്സൂരത്ത്.
ഹവ എന്ന് പറഞ്ഞ കാറ്റ്, സംഗീത് പറഞ്ഞ സംഗീതം, മണ്ഡലി പറഞ്ഞ ഗ്രൂപ്പ്, ഇതൊന്നും വിശേഷണ ശബ്ദമല്ല. ഖൂബ്സൂരത്ത് പറഞ്ഞ സൗന്ദര്യം, സൗന്ദര്യമുള്ള, സുന്ദരമായതാണ്. അപ്പൊ സുന്ദരമായ എന്നുള്ള ഇതാണ് വിശേഷണ ശബ്ദമായിട്ട് വരുന്നത്. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കാം. ജബ് വോ സംഗീത് ബജാത്താ തോ ജൈസേ സമാ ബന്ദ് ജാത്താ താ, ഇസ്സേ ആപ്നെ ക്യാ സമജ്ജാ? 8ാമത്തെ ചോദ്യമാണ്. അക്കോർഡിയൻ പർ ഉസ്കി ബജായി ഖൂബ്സൂരത്ത് തി, എന്തായിരുന്നു അതിന് കാരണം? അക്കോർഡിയനിൽ അവന്റെ ആ വായന, അവന്റെ ആ ഗാനം വളരെ മനോഹരമായിരുന്നു. അതുകൊണ്ടാണ് ജബ് വോ സംഗീത് ബജാത്ത ജൈസെ സമാ ബന്ദ് ജാത്ത എന്ന് പറഞ്ഞത്. അടുത്തത് സങ്കേതോ കി സഹായത സെ മാത്യു കെ ചരിത്ര പർ ടിപ്പണി ലിഖേ. മാത്യുവിന്റെ ചരിത്ര പർ ടിപ്പണിയാണ് അടുത്തതായിട്ട് എഴുതാനുള്ളത്. ചരിത്ര പർ ടിപ്പണി നോക്കാം. ജബ് ഹം ധീരെ ചലത്തെ ഹേ നാമക് യാത്രാ വിവരൺ കാ പ്രധാൻ പാത്ര ഹേ മാത്യു. ജബ് ഹം ധീരെ ചലത്തെ ഹേ എന്ന യാത്രാ വിവരണത്തിലെ പ്രധാന കഥാപാത്രമാണ് മാത്യു. ജബ് ഹം ധീരെ ചലത്തെ ഹേ ആരാണ് എഴുതിയതെന്നും കൂടെ ചേർക്കണം കേട്ടോ. വഹ് ആദാ ഫ്രഞ്ച് ഓർ ആദാ ഇറ്റാലിയൻ ഹേ. അവൻ ആദാ ഫ്രഞ്ചും ആദാ ഇറ്റാലിയനുമാണ്, പകുതി ഫ്രഞ്ചും പകുതി ഇറ്റാലിയനുമാണ്. വഹ് ഈസ് മണ്ഡലി കാ സബ്സേ ചോട്ട സദസ്യ. അവൻ ഈ മണ്ഡലിയുടെ ഏറ്റവും ചെറിയ അംഗമാണ്. അച്ഛാ സംഗീതകാർ, അവന് നല്ലൊരു സംഗീതകാരനാണ്. സംഗീതകാർ ഹേ എന്നാണ്. അക്കാഡിയൻ പർ ഉസ്കി ബജായി ഖൂബ്സൂരത്ത് തി. അക്കാഡിയനിലൂടെയുള്ള അവന്റെ ആ ഗാനം വളരെ മനോഹരമായിരുന്നു. മാത്യു സംവേദനശീൽ ഓർ പരോപകാരി ഹേ. മാത്യു സംവേദനശീലനും അതുപോലെ തന്നെ പരോപകാരിയുമാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് संगणों की सहायता से प्रकृति और कला के बीच अभिन्न संबंध है विषय पर एक ലഘുലേഖ ലിഖേ. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റിയിൽ ഉണ്ടായിരുന്ന അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്രകൃതി ഓർ കലാക്ക ഗഹര റിശ്ത ഹേ, അത് നമ്മൾ അതിൽ പഠിച്ചു തന്നെയാണ്. ഒന്ന് വായിച്ചു തരാം. ജൈസേ ദോ ദോസ്ത്, कला हमेशा प्रकृति से सीखती है. कलाकार जब भी कोई नई चीज बनाते हैं वे अक्सर प्रकृति को देखते हैं. पहाड़ों की ऊंचाई, नदियों का बहना, पेड़ों पर लगे फल और फूल, ये सब कलाकारों को अपनी कला के लिए नए विचार देते हैं. जैसे अगर कोई पेंटर पेंटिंग बना रहा है तो वह बादलों के रंग से सीखता है या एक फूल की बनावट से. ये कला हमें बधा कला और प्रकृति एक दूसरे से जुड़ी हुई है. कला हमें प्रकृति की सुंदरता दिखाती है और प्रकृति कला के लिए सबसे अच्छी गुरु है. वे दोनों एक दूसरे के बिना अधूरे हैं. 10ാമത്തെ ചോദ്യം നോക്കാം. മേരി മാം എന്ന കവിതയിൽ നിന്നാണ് 10ാമത്തെ ചോദ്യം വന്നിരിക്കുന്നത്. ഓ മേ കബി ബദലാത്താ നഹി पर अंधेरे से डरता हूँ मैं माँ, यूं तो मैं दिखलाता नहीं तेरी परवाह करता हूँ मैं माँ. तुझे सब है पता है ना माँ, तुझे सब है पता मेरी माँ. तुझे सब है पता है ना माँ, इस कथन का मतलब क्या है എന്നാണ് 10ാമത്തെ ചോദ്യം. बच्चा चाहे अपने मन की बात न कहे फिर भी माँ सब जान जाती है. बच्चों का सहारा ही है माം. അതും കൂടെ നമുക്ക് ചേർക്കാം അല്ലേ. കുട്ടികളുടെ ആശ്രയമാണ് അമ്മ. അപ്പം എന്താണ്, കുട്ടികൾ പറയാതെ തന്നെ എല്ലാ കാര്യങ്ങളും അവരെക്കുറിച്ച് അറിയാൻ പറ്റുന്ന ആൾ കൂടിയാണ് അമ്മ. അതുകൊണ്ടാണ് നിനക്കെല്ലാം അറിയുന്നതല്ലേ എന്ന് ചോദിച്ചത്. नवंबर 14 बाल दिवस के अवसर पर आपके स्कूल में एक फिल्मोत्सव का आयोजन हो रहा है. इसमें तारे ज़मीन पर सिनेमा का प्रदर्शन होने वाला है. इसके लिए പോസ്റ്റർ തയ്യാർ करें. പോസ്റ്റർ, ഫിലിമോത്സവന്റെ പോസ്റ്റർ നമ്മൾ പഠിച്ചതാണ്, അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഫിലിമോത്സവന്റെ പോസ്റ്റർ. ഫിലിമോത്സവ് താരെ ज़मीन पर स्कूल सभागृह स्कूल सभागृह में 20/12/2025 रविवार सुबह
10 बजे सबका स्वागत. ഇനി അടുത്ത ചോദ്യം നോക്കാം. मुझे भी बोलने का हक है, मेरी बात सुनी जानी चाहिए संदेश देते हुए പോസ്റ്റർ തയ്യാർ करें. അത് നിങ്ങൾ നേരത്തെ വരച്ചതുപോലെ തന്നെ ബോക്സ് വരച്ചിട്ട് പോസ്റ്റർ എന്ന് എഴുതുക. എന്നിട്ട് മുझे भी बोलने का हक है मेरी बात सुनी जानी चाहिए എന്ന സെന്റൻസും എഴുതിയിട്ട് ബാലദിവസ് ആണ്, അപ്പോൾ ആ ബാലദിവസ് എന്ന് എഴുതിയിട്ട് ഈ സെന്റൻസും എഴുതുക, പിക്ചറും വരയ്ക്കുക. ഇനി അടുത്ത ഹാജിക്ക് കഹാനി എന്ന പാഠഭാഗത്തു നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമൂനയ്ക്ക് അനുസാരിലേക്ക് ഇവിടെ തന്നിരിക്കുന്ന മാതൃക അനുസരിച്ച് എഴുതാനാണ് പറഞ്ഞത്. ഹാജി സടക്ക് പർ ദൗഡ്താ ഹേ, ഹാജി സടക്ക് പർ ദൗഡ്നെ ലഗ, ദൗഡ്നെ ലഗ അല്ലെ. താ ഹേ വന്നപ്പോഴാണ് നേ ലഗ വന്നത്. അപ്പൊ ഗാത്തി ഹേ, അപ്പോഴോ തീ ഹേ വരുമ്പോഴോ നേ ലഗി. നേ എപ്പോഴും അങ്ങനെ തന്നെയാണ് വരും കേട്ടോ. ഗാനെ ലഘു വരുമ്പോൾ നേ നേ എന്നത് അതുപോലെ തന്നെ വരും. ക്രിയാധാതുവിന്റെ കൂടെ നേ എപ്പോഴും വരും. അത് ഇവിടെ ഗാത്തിയാണല്ലോ വെച്ചിട്ട് നീന്നാവുന്നില്ല. അപ്പൊ എന്താണ് ഗാനെ ലഗി. അപ്പൊ നമുക്ക് എഴുതിയാ നോക്കാം. ലുവാന സ്റ്റേജ് പർ ഗാനെ ലഗി, ലുവാന സ്റ്റേജ് പർ ഗാത്തി ഹേ എന്നുള്ള എന്തായി ഗാനെ ലഗി എന്നായി. ഇവിടെ നേ ലഗ ഉണ്ടല്ലോ, ഈ നേ ലഗ എന്നുള്ള തന്നെയാണ് നമ്മൾ ഇവിടേക്ക് ചേർക്കേണ്ടത്. ഇവിടെ തീ വന്നതുകൊണ്ട് എന്തായി ഇവിടെ ലഗീന്നായി. മനസ്സിലായല്ലോ. ഇനി അടുത്തത് കോഷ്ടക് കെ ശബ്ദോं की सहायता से वाक्य विस्तार ആണ് ചോദിച്ചിരിക്കുന്നത്. വാക്യ പിരമിഡ്, വാക്യ വിസ്താർ. നിങ്ങൾ 8ാം ക്ലാസ് ആണല്ലോ അല്ലെ, അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്ന കാര്യമാണ് എന്ത് ഈ വാക്യ വിസ്താർ എന്നത്. ഇവിടെ പ്രൊഫസർ പാൽത്താ ഹേ, പ്രൊഫസർ പാൽത്താ ഹേ. പിന്നെ തന്നിരിക്കുന്നത് ഗർമേം കുത്തേക്കോ ശാന്താർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെന്റൻസ് ഉണ്ടാക്കിയോ നോക്കാം. പ്രൊഫസർ കുത്തേക്കോ പാൽത്താ ഹേ, പ്രൊഫസർ വളർത്തുന്നു എന്നാണല്ലോ പറഞ്ഞത്, പരിപാലിക്കുന്നു. ആരെയാണ് കുത്തേക്കോ, കുത്തേക്കോ പാൽത്താ ഹേ. അടുത്തതോ പ്രൊഫസർ ശാന്താർ കുത്തേക്കോ പാൽത്താ ഹേ, പ്രൊഫസർ മനോഹരമായ ഒരു കുത്തയെ പരിപാലിക്കുന്നു. പ്രൊഫസർ ഗർമേൽ ശാന്താർ കുത്തേക്കോ പാൽത്താ ഹേ, പ്രൊഫസർ വീട്ടില് മനോഹരമായ ഒരു കുത്തയെ പരിപാലിക്കുന്നു. മനസ്സിലായോ എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ശബ്ദ് എടുത്തിട്ട് ഓരോ സെന്റൻസ് ഉണ്ടാക്കിയത്? മനസ്സിലായല്ലോ. ഇനി അടുത്തത് ചോദ്യം 14. पिल्ले के साथ घर आए प्रोफेसर और पत्नी के बीच की संभावित बातचीत लिखे. പിള്ളയുടെ കൂടെ വീട്ടിലേക്ക് വന്ന പ്രൊഫസർ, അതായത് ആ പട്ടിക്കുട്ടിയോടൊപ്പം വീട്ടിലേക്ക് വന്ന പ്രൊഫസർ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് സംസാരിക്കുന്നു. ആ സംഭാഷണമാണ് നമ്മൾ സങ്കല്പിച്ച് എഴുതേണ്ടത്. നോക്കാം. പത്നി ചോദിക്കാണ്, ഏ പിള്ള കഹാംസെ മിലി, ഈ പട്ടിക്കുട്ടി എവിടെ നിന്നാണ് കിട്ടിയത്? പ്രൊഫസർ ടോക്കിയോ കെ സടക്ക് സെ, ടോക്കിയോയുടെ റോട്ടിൽ നിന്നും. കിസ് വംശിക്ക പിള്ള ഹേ, ഇത് ഏത് വംശത്തിൽപ്പെട്ടതാണ്? അങ്കിത നസ്ലിക്ക, അങ്കിത നസ്ൽ എന്ന വംശത്തിൽപ്പെട്ടതാണ്. പത്നിയെ ഗർ ഗന്ദഗി കരേഗ, ഇത് വീട് ചീത്തയാക്കും. പ്രൊഫസർ പറയാണ്, ദേക്കോ കിത്തന സുന്ദർ ലഗ് രഹാ ഹേ പിള്ള, നോക്കൂ ഇതിനെ കാണാൻ എന്ത് ഭംഗിയാണ്. ലേക്കിൻ മേ ഇസെ പസന്ത് നഹീ കർത്തി ഹൂ, പക്ഷെ ഞാൻ അതിനെ ഇഷ്ടപ്പെടുന്നില്ല. ഭാര്യ പറയാണ്, സെ ഹമാരി ദേഖ്ഭാൽ കി സുരത്ത് ഹേ, ഇതിന് നമ്മുടെ ദേഖ്ഭാൽ, നമ്മുടെ മേൽനോട്ടം ഇതിന് ആവശ്യമുണ്ട്, നമ്മുടെ സംരക്ഷണം ഇതിന് ആവശ്യമുണ്ട് എന്ന് പറയാണ്. ഇനി അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. താരേ സമീൻ പർ ഫിലിമി ലേഖക യഹംശിപടെ, താരേ സമീൻ പർ എന്ന ഫിലിമി ലേഖിലെ ഈ ഭാഗം വായിച്ചതിന് ശേഷം 15, 16 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് എഴുതേണ്ടത്.
15-ാമത്തെ ചോദ്യം സഹി വികൽപ്പ് ചുൻകർ ലിഖേ. ശരിയായ വികൽപ്പാണ് നമ്മളോട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ഉസ്കി എന്നതാണ് വികൽപ്പ് അല്ലെ. ഉസ്കി എന്നതിന്റെ ശരിയായ വികൽപ്പാണ് നമ്മൾ എഴുതേണ്ടത്. ഉസ്കി എന്നതിന്റെ ശരിയായ വികൽപ്പ്. അപ്പൊ ഏതാണ്? വഹ് പ്ലസ് കി. ഇതാണ് ശരിയായിട്ട് വരുന്നത്. വഹ് പ്ലസ് കി, ഉസ്കി. മനസ്സിലായല്ലോ. താരേ സമീൻ പർ സിനിമ സേ ഹമേ ക്യാ സന്ദേശ് മിൽത്താ ഹൈ. താരേ സമീൻ പർ എന്ന സിനിമയിൽ നിന്ന് നമുക്ക് എന്ത് സന്ദേശമാണ് ലഭിക്കുന്നത്? हर बच्चा घास होता है, हमें बच्चों की क्षमताओं को समझने की जरूरत है. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, പ്രത്യേക കഴിവുള്ളവരാണ്. നമ്മൾ ബച്ചോങ്കി, നമ്മൾ കുട്ടികളുടെ കഴിവുകൾ, ക്ഷമതാവോങ്കോ, കുട്ടികളുടെ കഴിവുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം. ചിത്ര के आधार पर दो वाक्य लिखिए എന്നാണ് 17-ാമത്തെ ചോദ്യം. एक लड़का साइकिल पर सवार कर रहा है. ഒരു ആൺകുട്ടി സൈക്കിൾ സവാരി ചെയ്യുന്നു. കുച്ച് ആദ്മി പൈദൽ ചലता है. കുറച്ച് ആളുകൾ നടന്നു വരുന്നു. അപ്പം അത്രയാണ് ക്വസ്റ്റ്യൻ ആൻസർ ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ.